എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാ നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഏപ്രിനാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പഴയ ഒരു നൈറ്റി വെട്ടി സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഈ ഏപ്രിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മുടെ കൈയൊക്കെ നനഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ കൈ ഒന്ന് തുടയ്ക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ടും കൂടെ നമ്മൾ ഒരു തുണി താഴോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് തയ്ക്കുന്നതെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പഴയ നൈറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നൈറ്റി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മേളിൽ നിന്ന് കുറച്ച് ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ് കേട്ടോ. ആ സിബ് വരുന്നതിൻ്റെ താഴോട്ട് നിർത്തിയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പഴയ നൈറ്റിയൊക്കെ ഇതുപോലുള്ള എടുക്കുമ്പോൾ നമുക്ക് രണ്ടെണ്ണം തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ നൈറ്റിയുടെ ഒരു ഭാഗത്തുനിന്ന് ഒരു പീസാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ മേളിൽ നിന്നുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സൈഡിൽ നിന്നൊന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഒരു പീസ് എടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഇപ്പോൾ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് രണ്ടാക്കി മടക്കി ഇടുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇറക്കവും മണ്ണും എത്ര എടുത്തതെന്ന് പറയാവേ. 32 ഇഞ്ച് ഇറക്കത്തിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മേളിലോട്ട് വന്നിട്ട് നമുക്കൊരു 6 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മേൽഭാഗത്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 6 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് നേരെ താഴോട്ട് ടേപ്പ് വെച്ചിട്ട് നമുക്കൊരു 14 ഇഞ്ച് താഴ്ചയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ കൈക്കുഴി പോലെ വരുന്ന ആ ഒരു ഭാഗമാണ്. താഴോട്ട് ഇങ്ങനെ കുറച്ച് ഇറക്കിയല്ലേ നമ്മൾ ചരിച്ച് വെട്ടുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നേരെ താഴോട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് താഴ്ഭാഗം കൊണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ചൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് താഴ്വശത്ത് നമുക്ക് ഇതിന് എത്ര റൗണ്ട് വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇവിടെ ഞാനൊരു 12 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അത് നിവർത്തുമ്പോഴത്തേനും നമുക്ക് 24 ഇഞ്ച് വട്ടം താഴെ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ആ കൈക്കുഴി പോലെ വരച്ച് കൊടുത്ത് അവിടെ നിന്ന് നേരെ താഴോട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ അളവും കാര്യങ്ങളും. അതിന് ശേഷം നമുക്ക് ആ മാർക്ക് ചെയ്ത് അതിലൂടെ തന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ഷേപ്പിലായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടായിട്ട് നമുക്കൊരു 3 വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നൈറ്റിയുടെ തുണിയല്ല, വേറൊരു കളർ തുണി വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 20 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ ആ വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. നമ്മൾ സ്കേർട്ടിനൊക്കെ ഉപയോഗിക്കില്ല ആ ഒരു വീതിയിൽ തയ്ച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതിൻ്റെ ഈ കൈക്കുഴി വരുന്ന ഭാഗം പോലെ വരുന്നിടവും 2 സൈഡ് തയ്ക്കണം, മേളിലും തയ്ക്കണം. അപ്പോൾ ഈ കൈക്കുഴി വരുന്ന ഭാഗം പോലെ വരുന്നിടം സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആ വള്ളിയും കൂടെ ആ ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ഇനി ഇതിൻ്റെ താഴ്വശം മാത്രം സ്റ്റിച്ച് ചെയ്യേണ്ട കേട്ടോ. ഇത് പഴയ നൈറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് താഴ്ഭാഗത്ത് ആ സ്റ്റിച്ചിങ് ഉള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ബാക്കിയുള്ള 2 കൈക്കുഴി പോലെ വരുന്ന ഭാഗവും മേൽഭാഗവും സ്റ്റിച്ച് ചെയ്യണം. സൈഡ് രണ്ടും മടക്കി തയ്ക്കണം. അപ്പോൾ ആദ്യം ഈ കൈക്കുഴി പോലെ വരുന്ന ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ വീതിയിൽ ഇങ്ങനെ ഒരു സൈഡിൽ നിന്നായിട്ട് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഇതാ താഴോട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതാ ബാക്കിലേക്ക് കെട്ടി വെക്കേണ്ട ഒരു വള്ളിയാണ് ആ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് അവിടെ അങ്ങ് മടക്കി കൊടുത്തിട്ട് പിന്നെ ഈ 2 സൈഡ് വരുമല്ലോ, ആ സൈഡ് വരുന്ന ഭാഗമാണ് പിന്നെ താഴോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ വള്ളിയൊക്കെ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചാലും മതി. ഇതിൻ്റെ തുണിയുടെ നമ്മൾ ആ സൈഡൊക്കെ കട്ട് ചെയ്ത ഭാഗമൊക്കെ മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വള്ളി സ്റ്റിച്ച് ചെയ്ത് വെച്ചാലും മതി. പിന്നെ സൈഡൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ ആ ഒരു വള്ളി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നീറ്റായിരിക്കും കേട്ടോ. സ്റ്റിച്ചിങ് കാണാനും പിന്നെ വള്ളി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച പോലെ തോന്നത്തില്ല. ഇതുപോലെ മടക്കി കൊടുത്ത് അങ്ങ് പോകുന്ന ആ കൂട്ടത്തിൽ തന്നെ ആ ഒരു വള്ളിയും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടിരിക്കും. ഇത് കണ്ടോ, അടുത്ത ഭാഗത്തേക്ക് നമ്മൾ ബാക്കിലേക്ക് കെട്ടേണ്ട വള്ളിയാണ് ഞാനിപ്പോൾ അടുത്ത ഭാഗത്തേക്ക് വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇതാ മടക്കി വെച്ചും കൊണ്ട് ആ കൈക്കുഴി വരുന്ന ഭാഗമാണ് ഇപ്പം സ്റ്റിച്ച് ചെയ്ത് മേളിലോട്ട് കയറി വരുന്നത് കേട്ടോ. അപ്പം ബാക്കിലേക്ക് കെട്ടി വെക്കേണ്ട 2 വള്ളി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ടിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിൽ കൂടെ ഫ്രണ്ടിലേക്ക് വരുമല്ലോ, ആ ഒരു വള്ളിയും കൂടെയാണ് നമുക്ക് അടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മേൽഭാഗം ഇതായി കാണിക്കുന്നിടം സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുക, നേരെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്ന് മടക്കുന്ന സമയത്ത് നമുക്ക് ആ ഫ്രണ്ടിൽ വരേണ്ട ആ വള്ളി ഇതുപോലെ ഉൾഭാഗത്ത് വെച്ചിട്ട് മേളിൽ നിന്ന് ഇങ്ങനെ തുണി ഇങ്ങ് മടക്കി കൊടുക്കുക. എന്നിട്ട് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് അടുത്ത ഭാഗത്ത് എത്തുമ്പോഴത്തേനും ആ ഒരു വള്ളിയുടെ അടുത്ത തുമ്പ് അടുത്ത ഭാഗത്ത് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതല്ലേ എളുപ്പം. അപ്പം ഞാനിന്ന് ഈ ഏപ്രിൻ തയ്ച്ച് കാണിക്കുന്നത് പഴയ ഒരു നൈറ്റി തുണിയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുണി എടുക്കാം കേട്ടോ ഇതുപോലത്തെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ മേൽഭാഗം ചെറുതായിട്ട് മടക്കി അടുത്ത സൈഡിൽ വരെ സ്റ്റിച്ച് ചെയ്തെത്തി അതിനുശേഷം ആ ഒരു വള്ളിയുടെ അടുത്ത തുമ്പ് എടുത്ത് അടുത്ത ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വള്ളി 2 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വള്ളി മേളിലോട്ട് വെച്ചിട്ട് ആ ഒരു ഭാഗം ആ ഒരു സൈഡ് മാത്രം ഇതുപോലെ ഒന്ന് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണേ.
ഇനി അടുത്ത ഭാഗവും ആ ഒരു വള്ളി ഇതാ മുകളിലോട്ട് ഇതാ ഇതുപോലെ ഒന്ന് ആക്കി വയ്ക്കുക. ഇതങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് അവിടെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു ഏപ്രിൻ്റെ സ്റ്റിച്ചിങ്. പക്ഷേ നമ്മളിപ്പോൾ അഡീഷണലായിട്ട് ഇതിൽ വേറൊരു തുണിയും കൂടെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് വേണ്ടാത്തവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഭാഗത്തൊരു പോക്കറ്റും കൊടുക്കുന്നുണ്ട്. പോക്കറ്റിൻ്റെ താഴോട്ട് നമ്മുടെ കൈയൊക്കെ നനഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തുടയ്ക്കാനായിട്ടൊരു തുണിയും കൂടെ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നൈറ്റിൽ നിന്ന് ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ എടുക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട കേട്ടോ. അപ്പോൾ പോക്കറ്റിന് വേണ്ടി എടുത്തിരിക്കുന്ന തുണി 7 ഇഞ്ച് വീതി 7 ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ തുണി നമുക്ക് സ്ക്വയറായിട്ട് പോക്കറ്റായിട്ട് വെക്കാം, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പും വെക്കാം. അപ്പോൾ പോക്കറ്റിൻ്റെ താഴോട്ട് റൗണ്ട് ഷേപ്പ് ആക്കാൻ പോവാണ്. അവിടെ ഒന്നത് ഞാൻ ചെറുതായിട്ട് റൗണ്ടായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ പോക്കറ്റിനുള്ള തുണി നമുക്ക് അതിൻ്റെ 4 സൈഡും ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ ആദ്യം. അപ്പോൾ ഇതുപോലെ ഒന്ന് മേൽഭാഗം ഒന്ന് 2 പ്രാവശ്യം ഒന്ന് മടക്കി കൊടുക്കുക. താഴോട്ട് വരുന്ന ഭാഗം ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് മടക്കി ഒന്ന് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ താഴോട്ട് നമ്മൾ അഡീഷണലായിട്ട് കൊടുക്കുന്ന തുണി എടുക്കുക. അതെടുത്തിട്ട് അതിൻ്റെ 4 സൈഡും ആദ്യം മടക്കി തയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ നീളം എടുത്തിരിക്കുന്ന 14 ഇഞ്ച്, പിന്നെ വീതി എടുത്തിരിക്കുന്ന ഒരു സൈഡിൽ നിന്ന് 14 ഇഞ്ചാണ്. അപ്പോൾ നിവർത്തുമ്പോഴത്തേനും അത് 28 ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 4 സൈഡും ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നൈറ്റിയുടെ താഴ്വശത്തുള്ള ഭാഗമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ 3 സൈഡൊന്ന് മടക്കി തയ്ച്ചെടുത്താൽ മതി. താഴ്ഭാഗം മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് പോക്കറ്റിൻ്റെ തുണി ഒന്ന് മേളിൽ നിന്നുള്ള ഭാഗം ഒന്ന് 2 ആക്കി മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സൈഡിൽ നിന്ന് നമുക്ക് ഒരു വട്ടം ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നൈറ്റി തുണി തന്നെ നമുക്ക് പോക്കറ്റിന് എടുക്കാനുള്ള തുണി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ വേറൊരു തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് നടുക്ക് വരുന്ന പോക്കറ്റ് ഇച്ചിരി കളർഫുള്ളായിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചാണ് വേറൊരു തുണി എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണിയുടെ കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ 4 സൈഡ് മടക്കി തയ്ക്കണമല്ലോ. അതിൻ്റെ 3 സൈഡ് തയ്ച്ചെടുത്താൽ മതി. 4 സൈഡെന്ന് ഉദ്ദേശിക്കുന്ന താഴ്ഭാഗം കൂടെ മടക്കി തയ്ക്കണം എന്നാണ് കേട്ടോ. അപ്പോൾ ഈ നൈറ്റിയുടെ തുണിയായതുകൊണ്ട് താഴ്വശം ഓൾറെഡി മടക്കി തയ്ച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ തയ്ക്കേണ്ട ആവശ്യമില്ല. ബാക്കി 3 സൈഡും തയ്ച്ചെടുത്തിട്ട് ഈ തുണിയുടെ ഒരു ഭാഗത്തുനിന്ന് കുറച്ച് പ്ലീറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഇച്ചിരി വലുതായിട്ട് മടക്കിയിട്ട് വലിയ വലിയ പ്ലീറ്റ് ഇതുപോലെ കുറച്ച് പ്ലീറ്റ് ആക്കി എടുക്കുക കേട്ടോ തുണിയെ. അപ്പോൾ ഈ ഒരു തുണി നമ്മൾ അഡീഷണലായിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. നമ്മുടെ ഏപ്രിലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് പോക്കറ്റിൻ്റെ താഴോട്ട് നിൽക്കുന്ന തുണിയാണ്. നമ്മുടെ കൈയൊക്കെ നനഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് പോക്കറ്റ് ഒന്ന് തയ്ച്ച് വെക്കണം. അതിന് വേണ്ടി മേളിൽ നിന്ന് താഴോട്ട് നമുക്കൊരു 11 ഇഞ്ച് താഴ്ചയിലൊന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. ആ ഒരു ഭാഗത്തോട്ട് വേണം നമുക്ക് പോക്കറ്റിൻ്റെ തുണി എടുത്തിട്ട് വെക്കാനായിട്ട്. അപ്പോൾ നല്ല വശത്ത് ഇതുപോലെ പോക്കറ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് ആ പോക്കറ്റിൻ്റെ താഴ്ഭാഗത്തോട്ട് നമ്മളിപ്പോൾ പ്ലീറ്റ് എടുത്ത തുണി അതിൻ്റെ ഉൾഭാഗത്തോട്ടായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പോക്കറ്റ് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചും കൊണ്ട് നമുക്ക് ആ പോക്കറ്റിൻ്റെ ഒരു സൈഡിൽ നിന്ന് തൊട്ട് ഇതുപോലെ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് അടുത്ത സൈഡ് വരെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മാത്രം മതി. അപ്പോൾ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല, ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ പോക്കറ്റും റെഡിയാകും, അഡീഷണലായിട്ട് കൊടുത്തിരിക്കുന്ന തുണി അവിടെ സ്റ്റിച്ച് ചെയ്ത് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഒന്ന് ഇട്ട് കാണിക്കാം. ഇതുപോലെ നമ്മൾ ബാക്കിലേക്കായിട്ട് ഒന്ന് കെട്ടി വയ്ക്കുക കേട്ടോ. ഇതിന് അളവില്ലെങ്കിൽ നമുക്കങ്ങ് തയ്ക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട് പോക്കറ്റ് നമ്മുടെ മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ മൊബൈൽ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സൊന്നും അഴുക്കാകത്തില്ല. എല്ലാവർക്കും എപ്പോഴും ആവശ്യമുള്ളതാണ് കേട്ടോ. പിന്നെ കൈയൊക്കെ നമ്മൾ നനഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് കൈ തുടയ്ക്കാനായിട്ടൊരു തുണി എടുക്കാനൊന്നും പോകണ്ട. ഇതിൽ തന്നെ നമുക്കങ്ങ് തുടച്ച് വെച്ച് നമ്മുടെ മൊബൈൽ എടുക്കണമെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. നമ്മൾ അഡീഷണലായിട്ട് ഏപ്രിലിൻ്റെ താഴെ തയ്ച്ച് വെച്ചിരിക്കുന്ന തുണി കേട്ടോ. അപ്പോൾ ഞാനിന്ന് പഴയ നൈറ്റിയിലാണ് ഇത് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ പഴയ നൈറ്റിയിലൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ. പുതിയ തുണി എടുത്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് കൂടെ ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കായിട്ടും കമൻറ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ എപ്പോഴും ചെയ്യാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്.